അതെ, CCTV ദൃശ്യം നിയമ പോരാട്ടത്തിനൊടുവിൽ അവർക്ക് ലഭിക്കും. അതിനുശേഷമാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലതാമസം വന്നത് അല്ല, കാലതാമസം ഈ ഇതുവരെയാണല്ലോ. എന്താന്ന് ഇത് സംബന്ധിച്ച് പല പരാതി പറയട്ടെ. കൊടുത്തിരുന്നു, CM-ന് പരാതി കൊടുത്തിരുന്നു, അതിൽ നടപടി വന്നില്ല. MP പറയാം. ലഭിക്കുന്ന പരാതികൾ സ്വാഭാവികമായ പരിശോധനയ്ക്ക് കൊടുക്കുകയാണ് പതിവ്. ഇത് ആ നിയമ പോരാട്ടത്തിലൂടെ അവർക്ക് CCTV വിഷ്വൽ വന്നു. CCTV വിഷ്വൽ വരുമ്പോൾ CCTV-യുടെ ആ ദൃശ്യത്തിന്റെ പ്രാധാന്യം കണ്ട ഉടനെ മാത്രം തന്നെ നടപടിയെടുത്തു. മതി, ധാരാളം മതി. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ പരാതി എന്ന് പറയുമ്പോൾ അവർ പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. പരാതി സംബന്ധിച്ച് സാധാരണ വരുന്നൊരു പരാതി സംബന്ധിച്ചിട്ട് അത് അന്വേഷിച്ചിട്ടുണ്ടാകും. അത് പറയട്ടെ, അത് അതിന്റെ ഫയൽ സംബന്ധിച്ച് പരിശോധിക്കണം. എന്താണ് ആ വന്ന പരാതി, രേഖാമൂലം കൊടുത്ത പരാതിയിൽ എവിടേക്കാണ് പോയത്, എന്താണ് അന്വേഷിച്ചത്, അതിന്റെ ഫൈൻഡിങ്സ് എന്തായിരുന്നു, അത് അന്വേഷണം ഇപ്പോഴും തുടരുകയാണോ, എന്താണ് പരിശോധിക്കേണ്ട കാര്യമാണ്. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? അവൻ ഇവിടുത്തെ ഒരു പ്രമുഖ വട്ടന. എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന കാര്യം നമ്മുടെ കൺമുമ്പിൽ വന്ന ഒരു ദൃശ്യമാണ്. ആ ദൃശ്യം കണ്ട മാത്രയിൽ തന്നെ അത് സംബന്ധിച്ച് നടപടിയെടുത്തു. ഒന്ന്, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായേ. ഇനി ആ ദൃശ്യത്തിൽ കണ്ട കാര്യങ്ങൾ ശരിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങേയറ്റം മോശമാണ്, അപരിഷ്കൃതമാണ്, അത് തെറ്റാണ്. അത് കേരളത്തിന്റെ പോലീസ് സേനയ്ക്ക് ഈ നമ്മുടെ ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്ത് പോലീസ് സേനയ്ക്ക് ചേരുന്നതല്ല. ഭീഷണിയാണോ? വേണ്ട. ഉചിതമായ സമ്മാനം ഭാവിയിൽ ലഭിക്കും. അത്രയേ ഉള്ളൂ. മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. അതല്ലേ പറഞ്ഞത്. അത് നിങ്ങൾ ഇപ്പോഴാ ചോദ്യം ചോദിക്കുമ്പോൾ അതിനെനിക്കിപ്പോ എങ്ങനെയാണ് നിങ്ങൾക്കും എനിക്ക് നിഗമനത്തിലെത്താൻ കഴിയുക അന്ന് എന്താണ് പരിശോധിച്ചത് എന്ന്. എന്താടാ കളിക്കേ? കഴിഞ്ഞ മണിക്കൂറിൽ വന്ന ഒരു ദൃശ്യത്തെ ആസ്പദമാക്കിയാണ് നിങ്ങളും ഈ വാർത്ത കൊടുക്കുന്നത്, അല്ലേ? അവർ കൊടുത്ത രേഖാമൂലമുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലല്ലല്ലോ നിങ്ങളും വാർത്ത ചെയ്യുന്നത്. എന്റെ മുമ്പിലും ഗവൺമെന്റ് മുമ്പിലുള്ള കാര്യം എങ്ങനെ ഇരിക്കണം? ഒറ്റ കാര്യമുള്ളൂ, അതായത് മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകുന്നത്, മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കൂടിയാണ്. ഈ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ സ്വാഭാവികമായും ആ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാഹചര്യം. അതല്ല, നിങ്ങൾ ഒരു കാര്യം കേൾക്ക്. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളിൽ നിലയിൽ വീണാലും ചീത്തപ്പേരൊക്കെ മുള്ളിന്.